ഹലോ, വെൽക്കം ടു ആൻഡി ഫാബ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു കൊറിയൻ സ്ലീവ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പഫി ആയിട്ട് നിൽക്കുന്ന ഒരു സ്ലീവാണ് കേട്ടോ, കൊറിയൻ സ്റ്റൈൽ ഒരു സ്ലീവ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വൈഭവി എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. വലിയ കേട്ട് പരിചയം ഉണ്ടാവില്ല ചിലപ്പം. അപ്പോൾ വൈഭവി എന്ന് പറയുന്നൊരു മെറ്റീരിയലാണ് ഇത് ഇച്ചിരി ഷൈനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞാനൊരു സ്ക്വയറായിട്ടൊരു മെറ്റീരിയൽ അങ്ങ് കട്ട് ചെയ്തു. നല്ല അത്യാവശ്യം നീളവും അത്യാവശ്യം വീതിയും ഒക്കെ ആയിട്ട് കേട്ടോ, ഒത്തിരി പഫായിട്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഇങ്ങനെ മടക്കി ഞാൻ അടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ അകത്തൂടെ ഞാൻ ഇലാസ്റ്റിക് കയറ്റും. ഇതിൽ എന്താണെന്ന് വെച്ചാൽ, ഇത് നോർമലി നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന പോലെയല്ല ഞാൻ കട്ട് ചെയ്തേക്കുന്നത്. ജസ്റ്റ് നമ്മളൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ ഇച്ചിരി നീളം കൂട്ടി ഇച്ചിരി വീതിയിലും അങ്ങ് ഒരു മെറ്റീരിയൽ ഞാൻ അങ്ങ് എടുത്തു. അതിന് പ്രത്യേകിച്ച് അളവൊന്നും നോക്കിയില്ല. എനിക്ക് ഷോൾഡറിൻ്റെ പോർഷനിൽ ചുരുക്ക് വേണം, സ്ലീവിൻ്റെ താഴ്ഭാഗത്തും ചുരുക്ക് വേണം. ഇത് രണ്ടിടത്തും ഞാൻ ഇലാസ്റ്റിക് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ രണ്ട് സൈഡും അടിച്ചു. ഇനി ഇലാസ്റ്റിക് ഇടാൻ, നമ്മുടെ ഷോൾഡറിൻ്റെ പോർഷൻ കവർ ചെയ്യാൻ ഇലാസ്റ്റിക് ഇടാനായിട്ട് ഞാനൊരു 7 ഇഞ്ച് എടുത്തു. 7 ഇഞ്ച് എടുത്തു. നമ്മുടെ മെറ്റീരിയൽ അതിനെക്കാട്ടിലും ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചുരുക്കിലങ്ങ് കടന്നോളും. അപ്പോൾ അത് നമുക്ക് രണ്ട് സൈഡും വേണമല്ലോ, രണ്ട് സ്ലീവ് വേണം. അതിന് ശേഷം നമ്മൾ കൈയുടെ ആ ഭാഗം വരുന്നത് ഏകദേശം ഒരു 12 ഇഞ്ച് ഒക്കെ എടുത്തു. 13 വരുന്നത്. അപ്പോൾ ഒരു 12 ഇഞ്ചൊക്കെ ഞാൻ അങ്ങ് എടുത്തു കേട്ടോ. ഒത്തിരി ടൈറ്റ് ആവണ്ടെന്ന് കരുതിയാണ് ഈ ഒരു ലെവലിലെടുത്തത്. അപ്പോൾ നമുക്ക് കംഫർട്ടായിരിക്കുമല്ലോ. ഇലാസ്റ്റിക് നമ്മൾ ഇച്ചിരി ടൈറ്റാക്കി എടുത്താൽ നമുക്ക് ഇറുക്കം തോന്നും. അതുകൊണ്ട് ഒത്തിരി ടൈറ്റ് ആവണ്ട, കറക്റ്റ് ചെയ്തായിട്ട് തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ടത് ഞാൻ ഇപ്പോൾ കയറ്റുകയാണ് കേട്ടോ. അതിൻ്റെ അകത്തോട്ട് ഞാൻ അടിച്ച് വെച്ചില്ലേ മടക്കി, അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കയറ്റി. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു ഫ്രോക്ക് പോലത്തെ ഒരു പാറ്റേണാണ് ചെയ്തേക്കുന്നത്. അപ്പം അതിനെന്താണെന്ന് വെച്ചാൽ ശ്വാസം കിട്ടിയില്ല ഇടയ്ക്ക്. അതിനെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡർ പോർഷൻ മീൻസ് ഷോൾഡർ പോർഷൻ നമ്മൾ എടുക്കാതെ ഈ സ്ലീവാണ് നമ്മൾ ഷോൾഡറിൻ്റെ പോർഷനിലും കയറ്റുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അങ്ങനെയുള്ള പാറ്റേൺസ് ഒത്തിരി ഉണ്ട്. കൊറിയൻ സ്റ്റൈലൊക്കെ മിക്കതും അങ്ങനെയുള്ള പാറ്റേൺസ് വരാറുണ്ട്. അപ്പം സ്ലീവ് നമ്മുടെ ഷോൾഡറിൻ്റെ അല്ലെങ്കിൽ നെക്കിൻ്റെ ആ ഒരു ഭാഗം തൊട്ട് അങ്ങോട്ട് സ്ലീവ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇലാസ്റ്റിക് കയറ്റി രണ്ട് സൈഡും ഒന്ന് അടിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇലാസ്റ്റിക് പിന്നെ അകത്തോട്ട് കയറി പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഒരു സ്റ്റിച്ച് അങ്ങോട്ട് കൊടുത്താൽ പിന്നെ അങ്ങോട്ട് നോളുമല്ലോ. എന്നിട്ട് നമുക്കിത് വെച്ചിട്ട് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഫ്രോക്ക് ചെയ്തിട്ടുണ്ട്. ആ ഫ്രോക്കിൻ്റെ ഫ്രണ്ടും ബാക്കും ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് യോക്ക് മാത്രം എടുത്ത്, ഷോൾഡർ എടുത്തിട്ടില്ല, യോക്ക് വരെ എടുത്തിട്ട് ബാക്കി ലെങ്താണ്. ഇപ്പം നമ്മൾ ഞാനിപ്പോൾ ഒരു 7 ഇഞ്ച് ഇലാസ്റ്റിക് എടുത്തില്ലേ അത്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്യാണ് ഷോൾഡറിൻ്റെ ആ ഒരു പോർഷനിൽ നിന്ന്. ഷോൾഡറിൻ്റെ പോർഷൻ നമ്മൾ എടുത്തിട്ടില്ല. നമുക്ക് ഏകദേശം ഒരു എബോവ് ചെസ്റ്റ് പോർഷനിൽ നിൽക്കുന്നത്, ചെസ്റ്റ് കവറായി നിൽക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെയുള്ള നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഷോൾഡറൊക്കെ ചെയ്യുമ്പോൾ ചെയ്യൂലേ, അതേപോലെ തന്നെ. എന്നിട്ട് ആ ട്രാൻസ്പെറൻറ്റ് ഷോൾഡർ ചെയ്യുന്ന ആ ഏരിയ നമ്മൾ ഈ സ്ലീവ് കവർ ചെയ്യണം. അത്രയുള്ളൂ. അപ്പം അവിടെ നിന്ന് നമ്മൾ ഈ സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. സ്ലീവിന് ഞാൻ ഇങ്ങനെ കർവ് പോലെ ഒന്നും വരച്ചിട്ടില്ല കേട്ടോ. ആ സ്ക്വയർ ഷേപ്പ് തന്നെയാണ് സ്ലീവ് ഇരിക്കുന്നത്. എന്നിട്ട് അങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അങ്ങനെ മറിക്കുമ്പോഴത്തേനും കണ്ടു നമ്മുടെ നെക്കുമായി സ്ലീവായി. മനസ്സിലായില്ല നിങ്ങൾക്കത്? അപ്പം അത് ഇപ്പുറത്തോട്ടും കൂടെ ഇട്ട്, ഇപ്പുറത്ത് നമ്മുടെ ബാക്ക് ഡ്രസ്സിൻ്റെ ഭാഗം ഞാൻ ഇവിടെ യോജിപ്പിക്കുകയാണ്. ബാക്ക് ഡ്രസ്സിൻ്റെ ഭാഗം ഇങ്ങനെ യോജിപ്പിച്ചു. എന്നിട്ട് അതങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ആം ഹോളിൻ്റെ അവിടം വരെയുള്ള പോർഷൻ ഇങ്ങനെ രണ്ടും കൂടെ ജോയിൻ ചെയ്തങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മുടെ ജോർജറ്റൊക്കെ പോലെ തന്നെ ഒത്തിരി കട്ടിയൊന്നും ഇല്ലാത്ത മെറ്റീരിയലാണ് കേട്ടോ. തളർന്ന് നടക്കുന്ന തന്നെ ഒരു ഫാബ്രിക്കാണ്. പക്ഷേ ജോർജറ്റിനെക്കാട്ടി കുറച്ചും കൂടെ കട്ടിയുണ്ടെന്നേ ഉള്ളൂ. ഇതേപോലെ വരും കണ്ടോ. നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ ഒരു ഇലാസ്റ്റിക് വരും. എന്നിട്ട് നമ്മുടെ സ്ലീവിൻ്റെ പോർഷന് അതുപോലെ തന്നെ വളരെ ഈസിയുള്ളൊരു സ്ലീവ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ആ പോർഷനിൽ നമ്മൾ ഇതേപോലെ ഇലാസ്റ്റിക് കയറ്റി രണ്ട് സൈഡും അടിച്ചെടുത്ത് നമ്മുടെ കൈ റെഡിയായി. നമ്മുടെ കൊറിയൻ സ്ലീവ് എന്ന് പറയാവുന്നൊരു സ്ലീവ് റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം.
വളരെ ഈസിയാണ്. ഇതിനകത്ത് നമ്മൾ സ്ലീവിന് കർവ് കട്ടിംഗ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് അങ്ങനെ കണ്ടിട്ട് നമുക്ക് ആ പാറ്റേൺ കറക്റ്റാന്ന് തോന്നി. പിന്നെ ആ പഫിനെസ് നമുക്ക് കിട്ടിയിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ ഈ മെറ്റീരിയൽ തളർന്ന മെറ്റീരിയൽ ആയതുകൊണ്ടാണേ. അപ്പോൾ നമ്മൾ ജോർജറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല പഫി ആയിട്ടിരിക്കും കേട്ടോ. ഇതിപ്പം ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ, ബട്ട് ഇതും നല്ലതാണ്. ഇത് ഒരു ബലൂൺ സ്ലീവ് ആ ഒരു ഫീൽ കിട്ടും നമുക്ക്. ബലൂൺ സ്ലീവിൻ്റെ ആ ഒരു ഫീൽ കിട്ടും. കൊറിയൻ സ്ലീവ്സ് അങ്ങനത്തെ സ്ലീവ്സ് ഉണ്ടല്ലോ, അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. സോ അപ്പം നല്ലൊരു സ്ലീവാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ടൊരു ഡ്രസ്സാണ്. സോ അപ്പോൾ നമ്മൾ ഡ്രസ്സ് ചെയ്ത് ഞാൻ ഫുൾ വീഡിയോ ഒരു റീൽസായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവ് വരുന്നത്. നമ്മളുടെ വേറെ ഷോൾഡർ കൊടുക്കുന്നില്ല, സ്ലീവ് തന്നെ ഷോൾഡറായിട്ട് വരികയാണ് കേട്ടോ. അവിടുന്ന് താഴോട്ട് വരികയാണ്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്ലീവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഡ്രസ്സിന് നന്നായി ചേരുന്ന രീതിയിലുള്ള സ്ലീവാണത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. ടാറ്റാ ബൈ.